നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 4 ബുധനാഴ്ചയാണ്. ആദ്യം നമുക്ക് IPLലേക്ക് പോകാം. 17 വർഷത്തിന് ശേഷം IPL കിരീടം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയിരിക്കുന്നു. കോഹ്ലിപ്പട ഒടുവിൽ ആ കിരീടം ചൂടിയിരിക്കുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. ആദ്യം ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,600 താഴെയായിട്ടാണ്. 20-ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഇന്ന് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്നലെ US സ്റ്റോക്കുകൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 0.51% നേട്ടത്തിൽ, S&P 500 0.54% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.81% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. എൻവിഡിയയും മറ്റ് ചിപ്പ് മേക്കേഴ്സും നേട്ടമുണ്ടാക്കിയതാണ് ഇന്നലത്തെ റാലിക്ക് കാരണമായത്. ചൈന വ്യാപാര കരാർ ലംഘിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ US നിന്നും പുറത്തു വന്നിരുന്നു. അതിനുശേഷം അലുമിനിയം, സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ US 50% വർദ്ധിപ്പിക്കുകയുണ്ടായി. അതിനൊക്കെ ശേഷം ഇപ്പോഴിതാ പുതിയ വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തും. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ഇന്ന് ബുധനാഴ്ചയ്ക്കകം രാജ്യങ്ങൾ അവരുടെ ഏറ്റവും മികച്ച വ്യാപാര ഓഫറുകൾ നൽകണം എന്നാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. മാന്ദ്യത്തിന്റെ ഭയം US വലിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഉയർന്ന താരിഫുമായി US ഭരണകൂടം മുന്നോട്ട് പോകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഇന്നലത്തെ US സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിയാൽ IT സ്റ്റോക്കുകളായിരുന്നു കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഏകദേശം 1.5% ഉയർന്നു. അതിൽ തന്നെ എൻവിഡിയയാണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 3% ഉയരുകയുണ്ടായി. വെള്ളിയാഴ്ചയാണ് US നിന്നും മന്ത്ലി സെയിൽസ് ഡാറ്റ പുറത്തു വരാനുള്ളത്. അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ, ഇൻഫോസിസ് 0.85% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 1.39% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.67% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.14% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.51% ഇടിവിലും ക്ലോസ് ചെയ്തു. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നേട്ടത്തിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $105,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ 1% ഇടിവിലാണ് ഗോൾഡ് പ്രൈസ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സ്വർണ്ണവില പവന് 72,640 രൂപയാണ്. ക്രൂഡ് ഓയിൽ ഇന്നലെയും ഏകദേശം 1.5% നേട്ടമുണ്ടാക്കി. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓയിൽ പ്രൈസുകൾ വീണ്ടും നേട്ടമുണ്ടാക്കുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ ഓൺലൈൻ ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതേ നമ്പറിൽ തന്നെയാണ് മെസ്സേജ് അയക്കേണ്ടത്. എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ലൈക്ക് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്, WTOയിൽ US താരിഫുകളെ ഇന്ത്യ വെല്ലുവിളിക്കുന്നു. ഓട്ടോമൊബൈൽസുകളുടെയും ഓട്ടോ പാർട്സിൻ്റെയും ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തുന്നതിന് US-നെതിരെ ഇന്ത്യ WTOയെ സമീപിച്ചു. താരിഫുകൾ ദേശീയ സുരക്ഷയ്ക്കായാണെന്നാണ് US അവകാശപ്പെടുന്നത്. നേരത്തെ സ്റ്റീൽ, അലുമിനിയം താരിഫുകൾക്കെതിരെ പ്രതികാര നടപടിയായി ഇന്ത്യ നേരത്തെ നൽകിയ നോട്ടീസ് US നിരസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ പരാതി ഇപ്രകാരമാണ്: സേഫ് ഗാർഡുകൾക്കായുള്ള WTO കമ്മിറ്റിയെ അറിയിക്കുന്നതിൽ US പരാജയപ്പെട്ടു. ഇന്ത്യ പ്രതിവർഷം ഏകദേശം $6 ബില്യൺ മൂല്യമുള്ള ഓട്ടോ ഘടകങ്ങൾ US-ലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇനി വ്യാപാര ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംഘർഷങ്ങൾക്കിടയിലും ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇന്ത്യയും US-ഉം പ്രവർത്തിക്കുന്നു. US ഓട്ടോ പാർട്സുകൾ 10 മുതൽ 15% തീരുവ കുറയ്ക്കുന്നതിന് ഇന്ത്യ പരിഗണിച്ചേക്കും. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സൈഡസ് ലൈഫ് സയൻസ് 2 ബയോളജിക്സ് നിർമ്മാണ യൂണിറ്റുകൾ വാങ്ങുന്നതിനായി സൈഡസ് ലൈഫ് സയൻസ് US അജ്നസ് വെസ്റ്റ് LLC, അജ്നസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നീ കമ്പനികളുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അവർ $75 മില്യൺ മുൻകൂർ നൽകും. അടുത്ത 3 വർഷത്തിനുള്ളിൽ $50 മില്യൺ വരെ നൽകും എന്നാണ് ഈ കരാറിൽ പറയുന്നത്. അടുത്തത് പിക്കാഡലി അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ വിസ്ലർ ബാരൽ ഏജ്ഡ് ബ്ലെൻഡഡ് മാൾട്ട് വിസ്കി അതിൻ്റെ 1 ദശലക്ഷം കേസുകൾ വിൽക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നതായി കമ്പനി അറിയിച്ചു. അടുത്തത് പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. കരിമ്പ് അധിഷ്ഠിത ജെറ്റ് ഇന്ധനത്തിലെ കാർബൺ അളവ് അളക്കുന്നതിനും ആഗോള മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഇന്ത്യ നിർദ്ദിഷ്ട സർട്ടിഫിക്കേഷൻ സൃഷ്ടിക്കുന്നതിനും പ്രാജ് ഇൻഡസ്ട്രീസ് ലാറ്റ ISMAയുമായി ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു. മറ്റൊരു കമ്പനി IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ബാങ്കിലെ 9.99% വരെ ഓഹരികൾ വാങ്ങാനുള്ള കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് BVയുടെ പദ്ധതികൾക്ക് CCI അംഗീകാരം നൽകി. അടുത്തത് സെർവോ ടെക് റിന്യൂവബിൾ പവർ എന്ന കമ്പനി ഉത്തരാഖണ്ഡിൽ 5.6 മെഗാവാട്ട് മേൽക്കൂര സോളാർ പദ്ധതി സ്ഥാപിക്കുന്നതിനായി കമ്പനിക്ക് $336 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു.
മറ്റൊരു വാർത്ത റിലയൻസ് ഇൻഫ്രയുമായി ബന്ധപ്പെട്ടതാണ്. 10,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ റിലയൻസ് ഇൻഫ്ര പദ്ധതിയിടുന്നു. നെക്സ്റ്റ് ജനറേഷൻ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി കൂടിയാണിത്. അടുത്തത് അശോക് ലൈലൻഡ് എന്ന കമ്പനി. ഡീസൽ ഷാസികളും പൂർണ്ണമായി നിർമ്മിക്കുന്ന ബസ്സുകളും വിതരണം ചെയ്യുന്നതിനായി അശോക് ലൈലൻഡ് 184 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ നേടി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് മാത്രമാണ്. അടുത്തതായി നമ്മുടെ ട്രേഡിംഗ് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം നമ്മളിവിടെ ഒരുക്കുകയാണ്. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ഇക്വിറ്റികളിൽ എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യണം, കൂടാതെ ഓപ്ഷൻസുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്നിങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകളാണ് ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരിക. 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാണ് ആഴ്ചയിൽ ഉണ്ടാവുക. 3000 രൂപയാണ് ഫീസായിട്ട് ഉണ്ടാവുക. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 3ാമത്തെ ദിവസവും FIA സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. ഇന്നലെ സെല്ല് ചെയ്ത് 2854 കോടി രൂപയ്ക്കാണ്. അതേസമയം DIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 5908 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ടെക് സ്റ്റോക്കുകളിൽ US ഒരു റാലി കണ്ടതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.78% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.51% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 2.26% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,720 എന്ന നിലയിൽ 55 പോയിന്റ് സബ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് തുടർച്ചയായ 2ാമത്തെ ദിവസവും ഓയിൽ പ്രൈസുകളിൽ നല്ല നേട്ടമാണ് കണ്ടത്. തിങ്കളാഴ്ച 3.5% ഉയർന്ന ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഏകദേശം 1.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $65.56 പെർ ബാരൽ എന്ന നിലയിൽ 0.03% ഇടിവിലാണ്. WTI ഉള്ളത് $63.32 പെർ ബാരൽ എന്ന നിലയിൽ 0.14% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ ഒരു അവസ്ഥയൊന്ന് അവലോകനം ചെയ്യാം. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,600 താഴെയായിട്ടാണ്. 24,542-ൽ 174 പോയിന്റ്സ് അഥവാ 0.7% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു ഡബിൾ ടോപ്പ് ഫോം ആയിരുന്നു. അതിനുശേഷം മെയ് 22-ാം തീയതിയിലെ ലോ കൂടി ബ്രേക്ക് ആവുകയാണെങ്കിൽ കൂടുതൽ ഫോള് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം എന്ന് സൂചന പറഞ്ഞിരുന്നതാണ്. ആ ലോ വരുന്നത് 24,450 ലെവലിലൊക്കെ ആയിട്ടാണ്. ഈ ഒരു ലോ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ മെയ് 22-ാം തീയതിയിലെ ലോ കൂടി ബ്രേക്ക് ആകുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇനി മറ്റു കാര്യങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ 24,620-ലാണ് 20-ഡേ EMA ഉള്ളത്. അതിന് താഴെയായിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലുള്ളത് 24,700-ലുമാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500 മുതൽ 24,450 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിൽ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 24,600 മുതൽ 700 വരെയുള്ള ആ ഒരു സോണുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും നിഫ്റ്റിയിലെ സ്ട്രൈക്കുകൾ നോക്കാം. കോൾ സൈഡിൽ 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,800 സ്ട്രൈക്കിൽ, അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 24,500 സ്ട്രൈക്കിൽ 19% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് കാണുന്നത്. കോൾ സൈഡിൽ 147% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,450 സ്ട്രൈക്കിൽ 12% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് തന്നെ പുട്ട് സൈഡിൽ കാണാം. കോൾ സൈഡിൽ 264% വർധനവ്, കുറച്ചുകൂടി നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 24,550 സ്ട്രൈക്കിൽ 58% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 295% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,599-ൽ 303 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കപ്പ് പാറ്റേൺ ആണ് ഫോമായി വരുന്നത്.
ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുന്നതാണ് കണ്ടത്. അതായത് ഓൾ ടൈം ഹൈയിലൊക്കെ ടച്ച് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 55,360, അതിനുശേഷം 54,574 ലെവലുകളുമാണ്. അപ്സൈഡിൽ നമ്മൾ ഓൾ ടൈം ഹൈ ലെവൽ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കിയാൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇന്ത്യ വിക്സ് ഇന്നലെ 3.5% ഇടിവുണ്ടാക്കി 16.56 ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസത്തേക്ക് വെറും 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ളതാണ്. ടെലഗ്രാമിൽ കൊടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകുന്നത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.